നമസ്കാരം. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ഒരു പരമ്പരയാണ് NTV ന്യൂസ് ചർച്ചകളായി നിങ്ങളുടെ മുമ്പിലെത്തിക്കുന്നത്. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ, അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി. ചുങ്കത് ഗോൾഡ്, പ്രഷ്യസ് ലൈക്ക് മീ. എന്നോടൊപ്പം ഉള്ളത് എഞ്ചിനീയർ ഷിബു മനോഹർ. നന്ദി. വീണ്ടും നമ്മുടെ ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കമായിട്ട് ഓടയിൽ നിന്ന് എന്താണ് ഓടയിൽ സംഭവിച്ചത്? നമ്മളെ നാഷണൽ ഹൈവേയുടെ ജോലി തുടങ്ങുന്നത് തന്നെ സ്ഥലമെടുപ്പ് കഴിഞ്ഞ് അവർ ഓടയുടെ വർക്കാണ് തുടങ്ങുന്നത് തന്നെ. അപ്പം ഓടയുടെ എക്സ്കവേഷൻ അഥവാ മണ്ണ് അവരുടെ എക്സ്കവേറ്റർ കൊണ്ടുവന്ന് മണ്ണ് മാറ്റി ഷട്ടർ അടിച്ചു കോൺക്രീറ്റ് ചെയ്യുന്നു. നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ വർക്ക് ചെയ്യുന്നതിന് മുന്നേ സ്റ്റീൽ വർക്കുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ജോലികൾ ചെയ്യുമ്പോഴെല്ലാം അവിടെ സൂപ്പർവൈസിങ് ഇല്ല എന്നുള്ളതാണ്. ഞാൻ പല സ്ഥലങ്ങളിലും ഈ ഓടയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്ത് ചെന്ന് തെറ്റായ ജോലികൾ അവർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കുകയും അതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ആ ജോലി ചെയ്യുന്നവരെ അത് ബോധ്യപ്പെടുത്തുമ്പോൾ ആ ജോലി ചെയ്യുന്നവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കുകയും അത് തെറ്റാണ് ചെയ്തതെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് അവർ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടാണ് അവർ തെറ്റ് ചെയ്യുന്നത്? അവർ തെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് മതിയായ രീതിയിലുള്ള സൂപ്പർവൈസിങ് അവിടെ കിട്ടുന്നില്ല, ഒരു കൺസൾട്ടിങ് അവിടെ ഇല്ല. അതുകൊണ്ടാണല്ലോ തെറ്റ് ചെയ്യുന്നത്. തെറ്റ് ചെയ്തിട്ട് ആരും അവിടെ നോക്കാനില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീലിന്റെ വർക്ക് ചെയ്യുന്നത് തെറ്റായിട്ട് ചെയ്തതിന് ശേഷം ആരും നോക്കാനില്ലെന്നുണ്ടെങ്കിൽ അത് അവർ കാസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. കോൺക്രീറ്റ് ചെയ്യുന്ന കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആര് കാണുന്നു? ഉദാഹരണത്തിന് നമ്മുടെ തെളിവ് സഹിതമുണ്ട്. നമ്മുടെ ഓടയുടെ ജോലി ചെയ്യുമ്പോൾ എന്താണ് ഓട കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മഴ പെയ്യുന്ന വെള്ളം ഓടയിലെത്തി ഓടയിലൂടെ പോകണം വെള്ളം. ഇപ്പം നമുക്കിവിടെ 2 മഴ പെയ്തു, ജനങ്ങളെല്ലാം കണ്ടു കാണും. ഓടയിൽ വീഴേണ്ട വെള്ളം റോഡിൽ കെട്ടിക്കിടന്ന് വണ്ടികൾക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലിരിക്കുക. ഓടയുടെ വർക്ക് 100% പൂർത്തിയായി. ഓടയുടെ വർക്ക് 100% പൂർത്തിയായി കഴിഞ്ഞാൽ മഴവെള്ളമായാലും വേസ്റ്റ് വാട്ടർ ആയാലും റോഡിൽ കെട്ടിക്കിടക്കാൻ പാടില്ല. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? വെള്ളം റോഡിൽ കെട്ടിക്കിടക്കുക. അപ്പം അവിടെ ചെയ്തിരിക്കുന്ന ജോലി ശരിയായ രീതിയിലാണോ ചെയ്തിരിക്കുന്നത്? അല്ല. സൂപ്പർവിഷനിൽ തെറ്റുപറ്റി, ലെവലിംഗിൽ തെറ്റുപറ്റി. ഒരു ഓടയുടെ വർക്ക് ചെയ്യുമ്പോൾ ആ പരിസരത്തിൽ ലെവലാണ് ആദ്യം എടുക്കേണ്ടത്. ഇവിടെ ഇന്ന രീതിയിലുള്ള ലെവൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളം അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ ഓടയിലോട്ട് വെള്ളം ഇറങ്ങി ഓട വഴി വെള്ളം അങ്ങോട്ട് സഞ്ചരിക്കും. ചുരുക്കത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് പോവുക. ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് സ്ലാബ് വാർത്തിട്ട് അവർ പേയ്മെൻറ്റ് മേടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഓടയുടെ സൈഡിലെ കോൺക്രീറ്റ് വാള് നമ്മൾ കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം മേളിലൊരു സ്ലാബ് വാർത്തിടും. അപ്പോൾ ഇവർക്ക് ഏറ്റവും വലിയ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ മെയിൻ ബാർ എന്ന് പറയുന്ന കമ്പി, ഈ വെർട്ടിക്കലായിട്ട് വരുന്ന കമ്പി തിരിച്ച് വന്ന് ബെൻഡ് ചെയ്ത് മേളിൽ കൂടി ഇടുന്ന സ്ലാബിൽ ഇടുമ്പോൾ അതാണ് മെയിൻ ബാർ. രണ്ടാമതൊരു ഡിസ്ട്രിബ്യൂട്ടർ ബാർ ഇടും, അത് ഈ ബാറിൻ്റെ മേളിലിടേണ്ട കമ്പിയാണ്. ഇവരിട്ടത് നേരെ തിരിച്ച്, പല സ്ഥലങ്ങളിലും നേരെ തിരിച്ച് ഈ മെയിൻ ബാർ കൊണ്ടുവന്ന് മേളിലും ഡിസ്ട്രിബ്യൂട്ടർ ബാർ അടിയിലുമാണ് ഇട്ടിരിക്കുന്നത്. തെറ്റായ രീതിയിൽ നമ്മൾ ഫോട്ടോ സഹിതം കാണിച്ചിട്ടുണ്ട്. ഞാൻ ഫോട്ടോ സഹിതം വീഡിയോ സഹിതം ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഞാൻ ഈ തെറ്റ് തിരുത്തിയിട്ട് അവർ തെറ്റ് തിരുത്തി അവരെ കൊണ്ട് മാറ്റി ചെയ്യിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഹോട്ട് കേക്കിന്റെ മുമ്പിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തെ ഇത് കണക്ക് ചെയ്തു വെച്ചു. ഞാനാണ് ചെന്ന് തെറ്റ് തിരുത്തി അവർ തിരുത്തി ചെയ്തത്. എൻ്റെ വീഡിയോ സഹിതം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള തെറ്റ് നടത്തുമ്പോൾ അത് സൂപ്പർവൈസ് ചെയ്യാൻ അവിടെ ആളില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം.
രണ്ടാമത്തെ പ്രശ്നം ജനങ്ങളെ അറിയിക്കാനുള്ള രണ്ടാമത്തെ ഒരു കാര്യം, ഇവർ ഷട്ടർ അടിച്ചു വെച്ചിട്ട് ട്രക്കിൽ കൊണ്ടുവന്ന് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, റെഡി മിക്സ് കൊണ്ടുവന്ന് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? റെഡി മിക്സ് നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിനൊരു സമയം, അതായത് ഒരു പ്ലാന്റിൽ ബാച്ച് ചെയ്യുന്നൊരു സമയമുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് 11 മണിക്ക് ബാച്ച് ചെയ്തൊരു കോൺക്രീറ്റ് അവിടെ ചെയ്യാനുള്ള സ്ഥലത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 11 മണി തൊട്ട് ഒന്നുകിൽ 12 മണി വരെ ആ കോൺക്രീറ്റ് ചെയ്യാവോ എന്ന് അവരുടെ ഒരു വൗച്ചർ കൊടുത്തിട്ടുണ്ട്. ആ വൗച്ചറിനകത്ത് വ്യക്തിയോട് എഴുതിയിട്ടുണ്ട്, ഇതിൻ്റെ കോൺക്രീറ്റിൻ്റെ സ്ലംബ് ഇത്രയാണ്, ഈ കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഇത്രയാണ്, ഈ ഇത്ര സമയത്തിനകം ഇത് കോൺക്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റെഡിമിക്സ് കോൺക്രീറ്റ് പ്ലാന്റിൽ വെച്ച് അതിനൊരു വെള്ളവും കെമിക്കലും ഒഴിച്ച് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് അതിനകത്ത് വീണ്ടും വെള്ളം മിക്സ് ചെയ്യാൻ പാടില്ല. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ട്രക്കിൽ വന്നു തരുന്ന കോൺക്രീറ്റ് സൈറ്റിൽ വന്നു കഴിഞ്ഞ് നിങ്ങൾ വെള്ളം മിക്സ്, അതിനകത്ത് തന്നെ ഉണ്ട്, ടാങ്കെല്ലാം ഉണ്ട്, ആ ട്രക്കിൽ തന്നെ ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ നിന്ന് വെള്ളം എടുത്ത് ആ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് വെള്ളം പോലെയാണ് അതിനൊരു ചാലുണ്ടാക്കിയിട്ട് ഈ ഓടയിലോട്ട് ഒഴിക്കുന്നത്. എന്തിനാണ് വെള്ളം പോലെ ഒഴിക്കുന്നത്? ഇത് ഒഴുകി പോകാൻ, പെട്ടെന്ന് ഒഴുകി പോകാൻ, വൈബ്രേറ്റ് ചെയ്യാതെ ഒഴുകി പോകാനായിട്ട്. ഇത് യഥാർത്ഥത്തിൽ ഈ കോൺക്രീറ്റിനൊരു സ്ലംബ് ഉണ്ട്. അതായത് ഇത്ര വെള്ളം, അതായത് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കോൺക്രീറ്റ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുട്ട് പരുവത്തിലിരിക്കണം, മലയാളത്തിൽ പറഞ്ഞാൽ. അത് വെള്ളം പോലെ അല്ല ഇരിക്കേണ്ടത്. നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇരിക്കണം, അതാണ് കോൺക്രീറ്റ്. ആ കോൺക്രീറ്റിനെ വൈബ്രേറ്റ് നീഡിൽ ഉപയോഗിച്ച് വൈബ്രേറ്റ് ചെയ്താണ് ഇതിൻ്റെ സ്ട്രെങ്തിലോട്ട് കൊണ്ടുവരേണ്ടത്. ഇവർ ചെയ്യുന്നത് അവിടുന്ന് പ്ലാന്റിൽ നിന്ന് കോൺക്രീറ്റ് വരികയും ഇവിടെ കൊണ്ടുവന്ന് വെള്ളം മിക്സ് ചെയ്ത് ഇതിനെല്ലാം വെള്ളം ഗ്ലാസ്സിൽ വെള്ളം നദിയിൽ ഒഴുക്കി വിടുന്നതാണ്. നദിയിൽ വെള്ളം ഒഴുകുന്ന കണക്ക് ആ ചാനലിൽ കൂടെ ഒഴുക്കി ഇതിനകത്തോട്ട് ഒഴുക്കി ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഒഴുകി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. വൈബ്രേറ്റ് ചെയ്തില്ലേലും ഇതിങ്ങനെ ഒഴുകി അങ്ങ് കട്ടിയാകും. ഇതല്ല ചെയ്യേണ്ടത്. കോൺക്രീറ്റിൻ്റെ ആ കോൺക്രീറ്റ് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്, കോൺക്രീറ്റ് അവിടെ സൈറ്റ് വരുന്നത് എത്ര മണിക്ക് വന്നു, ആ ട്രക്ക് എത്ര മണി വരെ അവിടെ കിടന്നു. അതിന് 1 മണിക്കൂർ സമയമുണ്ടെങ്കിൽ അതിനകത്ത് ആ വവിച്ചറിനകത്ത് കാണും ഇത്ര സമയം വരെ ഉള്ളതെന്ന്. അത് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഈ ഓട ചെയ്ത് കോൺക്രീറ്റ് സ്ട്രെങ്ത് കട്ടിയായി കഴിഞ്ഞാൽ ആ വെള്ളം കുറച്ച് സ്ലംബ് കുറച്ച് ചെയ്യുന്ന കോൺക്രീറ്റും ഈ ഒഴുക്കി വിട്ട കോൺക്രീറ്റും തമ്മിൽ പകൽ വ്യത്യാസമുണ്ട്. അത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഓടയുടെ കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ. അപ്പം കോൺക്രീറ്റ് ചെയ്യുമ്പോഴും സ്റ്റീൽ ഇടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. വെർട്ടിക്കൽ സ്റ്റീൽ, ഓടയിൽ നിന്ന് വരുന്ന മേളിലോട്ട് വരുന്ന സ്റ്റീല്, ആദ്യം ആ സ്റ്റീല് മെയിൻ സ്റ്റീലായിട്ട് അടിയിൽ കൂടെയും, പിന്നെ ഹൊറിസോണ്ടൽ അതായത് ഇടുന്ന സ്റ്റീൽ, അതായത് തിരിച്ചിടുന്ന സ്റ്റീല്, അതിന് ഡിസ്ട്രിബ്യൂട്ടർ ബാർ എന്ന് പറയും, അത് മേളിലുമാണ് കിടക്കേണ്ടത്. പിന്നെ ഇതിന് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് കവർ ബ്ലോക്ക് ഉണ്ട്, കവറിങ് ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇവർ സ്റ്റീലൊന്നും കവറിങ് ഒന്നും ശ്രദ്ധിക്കുന്നതില്ല. എന്തുകൊണ്ടാണ് ഇത് തുരുമ്പെടുക്കുന്ന സ്റ്റീല്? കവറിങ് പ്രോപ്പറായിട്ട് ചെയ്യത്തില്ല. സ്റ്റീലിനെ ഒരു കവറിങ് ഉണ്ട്, ആ കവറിങ് പ്രോപ്പറായിട്ട് ചെയ്യത്തില്ല. കവർ ബ്ലോക്ക് വെച്ച് കവർ ചെയ്ത് വേണം സ്റ്റീലിനെ കോൺക്രീറ്റ് ചെയ്യാൻ. ഇത് പല സ്ഥലങ്ങളിലും ഷട്ടറിൽ സ്റ്റീൽ ടച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഇതാണ് ഓടയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓടയിൽ തുടങ്ങിയ പ്രശ്നം. അവിടെ ഓടയിൽ നിന്ന് തന്നെ തുടക്കത്തിൽ തന്നെ പ്രശ്നങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് ആർക്കാണ്ട് വേണ്ടി എങ്ങനെ ചെയ്തു പോയി എന്നുള്ളതാണ് സംഭവിച്ചത്. അപ്പോൾ അതിൽ നല്ല സൂപ്പർവിഷനും നല്ല രീതിയിൽ ആത്മാർത്ഥതയോടെ പണികൾ ചെയ്യുകയും ജനങ്ങൾക്ക് ആ ഒരു ബോധവൽക്കരണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പദ്ധതി നല്ല രീതിയിൽ ആയേനെ എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത ഒരു പരമ്പര, ഇതിൻ്റെ അടുത്ത വിഷയമായിട്ട് ഈ നാഷണൽ ഹൈവേയുടെ കാര്യം NTV നിങ്ങളോടൊപ്പം ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.